എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെയോ പുള്ളിപ്പുലിയുടെ കാഴ്ചകൾ ലഭിച്ചിരിക്കുന്നു. ആ കാഴ്ചകൾ അന്വേഷിച്ചുള്ള കറക്കത്തിൻ്റെ ഇടയിൽ നമുക്ക് മുന്നിലെത്തിയ ആ മസായി മാരയിലെ കിടിലൻ കുറേ കാഴ്ചകളാണ്. ഈ കാഴ്ച അവസാനിക്കുന്നത് മസായി മാരയുടെ വേഗക്കാരുടെ മുമ്പിലാണ്. ആ വലിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ സഫാരിയിലെ ആദ്യ മണിക്കൂറുകൾക്ക് ശേഷമുള്ള കാഴ്ചകളാണ്. മാരയിലെ വന്യജീവി കാഴ്ചകളുടെ കലവറയിലേക്ക് കടക്കും മുമ്പ് ഈ കാഴ്ചകളുടെ തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ കാഴ്ചയിലേക്ക് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എവിടെയോ പുള്ളിപ്പുലി കാഴ്ചയായിരിക്കുന്നു. അവിടേക്ക് ഞങ്ങൾ എത്തുമ്പോൾ മുന്നിലെ കാഴ്ചകളിൽ ടോപ്പികളും ജിറാഫുകളും മറ്റു ചെറുജീവികളും എല്ലാം ഉണ്ടായിരുന്നു. അവയുടെ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഞങ്ങൾ പുള്ളിപ്പുലിയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. മുന്നിലുള്ള കുട്ടിക്കാടുകളിൽ എവിടെയോ പുള്ളിപ്പുലി മറഞ്ഞിരിക്കുന്നു. മറ്റു പല വണ്ടികളും അവയെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് മുന്നിലെത്തിയ ജിറാഫ് നമുക്ക് മുന്നിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജിറാഫിന്റെ കഴുത്തിന് താഴെയായി കുഴിയുള്ള ഭാഗത്ത് ചെറു കിളികൾ ഇരിക്കുന്നു. തൊട്ടടുത്ത് ടോപ്പികളുണ്ട്. ടോപ്പികളുടെ കണ്ണുകൾ കുറിച്ച് വിചിത്രമാണ്. ഒരു വശത്ത് രണ്ട് കണ്ണുകൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും. കണ്ണിന് മുകളിലായി തടിച്ചു പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണിത്. ഇവയുടെ കണ്ണുകളിൽ നോക്കി വരുന്ന ജീവികൾക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അങ്ങനെയാണ് മറ്റു ജീവികളിൽ നിന്ന് ഇവ രക്ഷപ്പെടുന്നത്. കടുവകളുടെ ചെവിക്ക് പുറകിൽ കണ്ണുപോലുള്ള ആ മാർക്ക് പോലെ തന്നെ ഈ ജീവികളിൽ പലർക്കും ഇതുപോലുള്ള പല സംഭവങ്ങളും കാണാവുന്നതാണ്. മറ്റു ജീവികളെ തെറ്റിദ്ധരിപ്പിക്കാനും അവയിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാം ഇത് ഉപകരിക്കും. മുന്നിലുള്ള ടോപ്പികൾ നല്ല വേഗത്തിൽ ഇവയ്ക്ക് ഓടുവാൻ സാധിക്കും. വലിയ കൂട്ടങ്ങളായിട്ടാണ് ഇവ ജീവിക്കുന്നത്. മുന്നിലെ കാഴ്ചകളിൽ പലതുമുണ്ട്. പുള്ളിപ്പുലി വിശ്രമത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കി ഇറങ്ങി വരുവാൻ സാധ്യതയില്ല. വണ്ടി മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സാരഥിക്കൊരു ഉൾവിളി ഉണ്ടായി. കാടിനുള്ളിൽ നിന്ന് എന്തോ പാഞ്ഞു വരുന്നുണ്ട്. ഈ കാര്യം മനസ്സിലാക്കി ആക്സിലേറ്ററിൽ ഒന്ന് കാലമർത്തിയതേ ഓർമ്മയുള്ളൂ. കാട് കുലുക്കി വന്നത് വാട്ടർ ബഫല്ലോ ആണ്. ജോർജ് വന്ന വരവിൽ തന്നെ വണ്ടി വളച്ചു തിരിച്ചു. ഭീകര ജീവിയാണ്. അഗ്രസീവ് മോഡിലുള്ള ഇവയെ വല്ലാതെ തന്നെ പേടിക്കണം. സിംഹത്തെ വരെ കുത്തി മലർത്തുന്നവരാണ്. സിംഹത്തിന്റെ പ്രധാന ആഹാരവുമാണിവ.
പാഞ്ഞു വന്നവൻ അടുത്ത കുറ്റിക്കാട്ടിലേക്ക് കടന്ന് ഓടിപ്പോയിരിക്കുന്നു. ആ വരവിൽ വന്നാൽ വണ്ടി ഉൾപ്പെടെ കുത്തി മലർത്താൻ ഇവൻ ഒരുത്തൻ മാത്രം മതി. പാഞ്ഞു വന്നവൻ മുന്നിലെ കാട്ടിൽ തന്നെ ഉണ്ട്. അവന്റെ കൂടെയുള്ള പുറകിൽ എവിടെയോ ഉണ്ട്. കാടിനുള്ളിൽ നിൽക്കുന്ന അവന്റെ കാഴ്ചകൾ വ്യക്തമല്ല. ഈ ഭീമാകാരനെ വിശാലമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. വണ്ടി മറ്റൊരു വശത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ കണ്ടു ടോപ്പികൾ പൊക്കമുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നു. അവയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ജോർജ് പറയുന്നുണ്ടായിരുന്നു, ഉച്ചഭക്ഷണത്തിന് സമയമായി എങ്കിൽ പറയണം, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താം. രാവിലത്തെ ഭക്ഷണം കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ആർക്കും വിശക്കുന്നില്ല. ടോപ്പികളെ പല രീതിയിൽ പകർത്തി. എന്താ പറഞ്ഞ അവര് മാറയിലെ ബിഗ് ഫൈവിലെ പ്രധാനികളെ കുറിച്ചൊന്ന് പറയട്ടെ. ആഫ്രിക്കൻ ആന, സിംഹം, പുള്ളിപ്പുലി, വാട്ടർ ബഫല്ലോ, കാണ്ടാമൃഗം എന്നിവയാണ് ഇവയിൽ ഉൾപ്പെട്ടവ. അവയിൽ പെടാത്ത ഒന്നാണ് ചീറ്റകൾ. എവിടെയോ അവ കാഴ്ചയായിരിക്കുന്നു. വണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ മുന്നിൽ ഒരു വണ്ടി മാത്രം കിടക്കുന്നു. മുന്നിൽ കിടക്കുന്ന വണ്ടിക്ക് മുന്നിലെ ചെറിയ കുറ്റിച്ചെടികൾക്ക് താഴെ ചീറ്റ വിശ്രമിക്കുന്നു. ഇവരെയാണ് ഇന്ത്യയിൽ കുനോ നാഷണൽ പാർക്കിൽ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വേഗക്കാരായ ഇവർ ഇവിടെ ഒരുപാടുണ്ട്. ഈ പരിസരത്ത് എവിടെയോ മറ്റ് 2 ചീറ്റകൾ കൂടി ഉണ്ട് എന്ന് ജോർജ് പറഞ്ഞു. ഒരാണും പെണ്ണുമാണ്. മെയ്റ്റിങ്ങിനായി നടക്കുകയാണ്. ജോർജിന്റെ ബന്ധങ്ങളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ അറിയുന്നതും നമ്മൾ അവിടെ ചെല്ലുന്നതുമല്ല. മസായിമാരെ പാക്കേജ് എടുക്കുമ്പോൾ താമസത്തിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് സഫാരി എടുക്കുന്നതിൽ തന്നെയാണ്. കാരണം നമ്മൾ കൂടുതലും ഈ സമയങ്ങളിൽ കൂടുതലും കാടിനുള്ളിലാണ് താമസം. റിസോർട്ടിലെ താമസം വൈകിട്ട് കിടക്കുവാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സഫാരി എടുക്കുമ്പോൾ ഇതുപോലുള്ള സാരഥികളെ കിട്ടുവാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. വെളുപ്പിന് 5:45 മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയം മുഴുവൻ നമ്മൾ സമയം ചെലവഴിക്കുന്നത് മസായിമാരയിലെ ഈ സവാന കാടുകളിലാണ്. ആ സമയം നമ്മൾ വണ്ടിക്കുള്ളിൽ തന്നെയാണ് എന്ന് ഓർക്കുക. മസായിമാരെ പാക്കേജിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഘടകം നിങ്ങളുടെ വണ്ടിയും നിങ്ങളുടെ ഒപ്പം വരുന്ന സഫാരി ഡ്രൈവറുമാണ്. ഇത് വളരെ കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ അവിടുത്തെ പാക്കേജ് വളരെ മനോഹരമാകും.
കിട്ടിയതിനെ പകർത്ത എന്ന രീതിയിൽ മുന്നിൽ കിടക്കുന്നതിനെ കുറേ സമയം അങ്ങ് പകർത്തി. ശരീരം മുഴുവൻ വൃത്താകൃതിയിൽ പുള്ളികളുള്ള ഇവ വേഗക്കാർ കൂടിയാണ്. നീണ്ട കാലുകളും ചെറിയ തലയും നീണ്ട വാലുകളും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചതുപോലെ താഴെ ചുണ്ടുവരെ നീളുന്ന കറുത്ത പാടുകളും ഇവയുടെ മാത്രം പ്രത്യേകതകളാണ്. കണ്ണടച്ച് തുറക്കും മുമ്പ് ഇവ ഇരകളെ കീഴ്പ്പെടുത്തും. ഇവിടെ വേഗക്കാരെ ഇമ്പാലകളാണ് ഇവിടെ പ്രധാന ഭക്ഷണം. അടിപൊളി അടിപൊളി. തിരിയടാ, ഇങ്ങോട്ട് തിരിയടാ. അവൻ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടക്കുന്നുണ്ട്. ഇവനെ തൽക്കാലം അവിടെ വിട്ടിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഭക്ഷണം കഴിക്കണം. പറ്റിയാൽ ആ മീറ്റിംഗ് നടക്കുന്ന ചീറ്റകളെ ഒന്ന് കാണുകയും വേണം. മസായ് മാരയുടെ വിരിൽമാറിൽ കൂടിയുള്ള ആ യാത്ര പെട്ടെന്ന് തന്നെ നിന്നു. വണ്ടി ഇനി ചെറിയ കുഴിയിൽ ഇറങ്ങി. മുകളിലേക്ക് വണ്ടി കയറുന്നില്ല. കുറേ സമയം നോക്കി. വീണ്ടും ഞങ്ങൾ ആ കാട്ടിൽ ഇറങ്ങി. കൈവച്ചൊന്ന് തള്ളി നോക്കി. രക്ഷയില്ല. കാടിൻ്റെ ഇടയ്ക്ക് വെച്ച് വണ്ടി പണി മുടക്കി. മസായിമാരെ കാട്ടിൽ ഇറങ്ങി നിന്നെടുക്കുക. രണ്ടാമത്തെ പ്രാവശ്യം ഇത്. സാധാരണ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതല്ല. പക്ഷേ വണ്ടിക്ക് മുമ്പിൽ ആളെ നിർത്തി വീണ്ടും തള്ളി നോക്കി. അവിടെയും രക്ഷയില്ല. മസായ് മാരയിലെ ആ മണ്ണിൽ ഞങ്ങൾ പെട്ടോ എന്ന് ചിന്തയുണ്ടായി. എല്ലാവരും ഒരിക്കൽ കൂടി വണ്ടിക്ക് പുറകിൽ നിന്ന് ആഞ്ഞു തള്ളി. ഒരു വിധത്തിൽ വണ്ടി കയറി. നോക്കുമ്പോൾ ഇടതുവശത്തെ ടയർ ഊരിക്കിടക്കുന്നു. പണിയായി. വണ്ടി വീണ്ടും പണി മുടക്കിയിരിക്കുന്നു. ഇതൊക്കെ ഏത് കാടും മലയും കയറി പോകുന്ന വണ്ടിയാണ്. പക്ഷെ ചെള്ളക്കകത്ത് തെന്നി സ്ലിപ്പായി. സമയം കളയാതെ ചുറ്റുവട്ടത്തെ കാഴ്ചകളെല്ലാം ഞങ്ങളൊന്ന് പകർത്തി. ടോപ്പികളെ പോലിരിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്. വലിയ മ്ലാവുകളെ പോലിരിക്കുന്നു. സിംഹങ്ങളുടെ ഇഷ്ടഭക്ഷണമാണ് ഇവയെന്ന് ജോർജ് പറയുന്നുണ്ടായിരുന്നു. അവയെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. സിംഹങ്ങൾക്ക് ഇഷ്ടഭക്ഷണമായി ഇവയെ വല്ലപ്പോഴും മാത്രമേ ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വലിയൊരു കാരണവുമുണ്ട്. ഇവയെ ആക്രമിക്കുവാനും പിടിക്കുവാനും വരുന്ന സിംഹക്കൂട്ടങ്ങൾ അടുത്തു വരുമ്പോൾ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ഒരു ദുർഗന്ധം ഇവ പുറപ്പെടുവിക്കും. സിംഹങ്ങൾ ഇവയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അകന്ന് ഓടിപ്പോവുകയും ചെയ്യും. കൂട്ടമായി ജീവിക്കുന്ന ഇവയെപ്പോലുള്ള ഒരുപാട് ജീവികൾ ഇതുപോലുള്ള രക്ഷപ്പെടാനുള്ള പല തന്ത്രങ്ങളും പ്രകൃതിദത്തമായി തന്നെ ഇവയിൽ ഉണ്ട് എന്നുള്ളത് വിചിത്രമായ ഒരു സത്യമാണ്. നമ്മുടെ സാരഥി ജോർജ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാക്കി. വേറെ വണ്ടി ഇപ്പോൾ തന്നെ വരും. ഈ സമയം ഉച്ചഭക്ഷണം കഴിക്കാം. നമുക്കൊപ്പം വന്ന മറ്റേ വണ്ടിയിൽ കയറി എല്ലാവരും ഒരു മരച്ചോട്ടിലേക്ക് പോയി. അവിടെ ഷീറ്റുകൾ വിരിച്ച് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. കഴിപ്പ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കുട്ടികളിൽ നിന്ന് ഗ്രൂപ്പംഗങ്ങൾ ചിത്രങ്ങളെല്ലാം പകർത്തുമ്പോൾ ജോർജ് അടുത്ത വണ്ടിയുമായി വന്നു കഴിച്ചിരുന്നു. ഈ മണിക്കൂറുകളിലെ കാഴ്ചകളിൽ നിന്ന് മടങ്ങുകയാണ്.
ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കാടുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വന്യജീവി കാഴ്ചകളും ക്യാമ്പുകളും യാത്രകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ, MTI.